Hello guys, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് Redmi Note 7 എന്നൊരു സ്മാർട്ട് ഫോൺ ഇപ്പം റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് റെഡ്മിയുടെ ഭാഗത്തു നിന്നും. ആ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുന്ന ബെല്ലിങ് കൂടി ഇനേബിൾ ചെയ്ത് വെക്കാം. റെഡ്മി ഒരു ഷൗമി ഫാൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും റെഡ്മിയുടെ എല്ലാ ലോഞ്ചസും. റെഡ്മി റീസെൻ്റ് ആയിട്ട് 3 സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്തത്. Redmi Note 7, Note 7 Pro, അതേപോലെ തന്നെ Redmi Note 7S. ഇത് മൂന്നും ഒരേ കാറ്റഗറിയിൽ ഒരേ സീരീസിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ്. അപ്പം ഈ ഒരു 3 സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് റെഡ്മിയുടെ നിങ്ങൾ ലോഞ്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈന ലോഞ്ച് ശ്രദ്ധിച്ചറിയാം. Redmi Note 7ഉം Note 7 Proയും അവിടെ 48 MB ക്യാമറയുള്ള ഒരു സ്മാർട്ട് ഫോണായിട്ട് ലോഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ അത് ഇന്ത്യയിൽ വന്ന സമയത്ത് അവർ 48 MB ക്യാമറ മാറ്റി 12 MB ക്യാമറ ആക്കി. അത് എന്തിനാണ് ചെയ്തതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പം Redmi Note 7ൻ്റെ അതേ ഫീച്ചർ, അതായത് ചൈനയിൽ ലോഞ്ച് ചെയ്ത Redmi Note 7 അതേപോലെയാണ് Redmi Note 7S എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് Redmi Note 7ലുള്ള എല്ലാ ഫീച്ചറുകളും നമുക്ക് Redmi Note 7S കിട്ടും. എക്സെപ്റ്റ് നമ്മുടെ ക്യാമറ മാത്രം, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് 48 MB ആക്കിയിട്ടുണ്ട്, 42 + 5 MB ആക്കിയിട്ടുണ്ട്. ഈ ഒരു വ്യത്യാസം മാത്രമേ നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ സെൻസറാണ്. അപ്പം എന്തിനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം Redmi Note 7 Proയ്ക്ക് അതേപോലെ Redmi Note 7Sനും ഏകദേശം 1000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ എടുക്കാനുള്ള ഒരു 10,000 to 15,000 റേഞ്ചിൽ 3 സ്മാർട്ട് ഫോണാണ് ഇപ്പം ഷൗമിയുള്ളത്. അപ്പം എനിക്കൊരു റെഡ്മി സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കുന്നു. നമ്മൾ ആദ്യം നോക്കുന്ന കാര്യങ്ങൾ പ്രൊസസ്സറും ക്യാമറയും ബാറ്ററിയൊക്കെ തന്നെയാണ്. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരേ റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ പ്രൊസസ്സർ ഇച്ചിരി കൂടെ കൂടുതൽ വരുന്നത് Redmi Note 7 Proയിലാണ്. അതേപോലെ തന്നെ ക്യാമറ പെർഫോമൻസും അതിൻ്റെ സെൻസറിൻ്റെ കേസിൽ നോക്കിയാലും Redmi Note 7 Pro ആണ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നത്. ഈ Redmi Note 7Sഉം Redmi Note 7 Proയ്ക്കും 4GB വേരിയൻറ്റിന് ജസ്റ്റ് 1000 രൂപയുടെ വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. അതായത് 13,000 രൂപയും 14,000 രൂപയാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ വില. അപ്പം ആരായാലും Redmi Note 7 Pro എടുക്കാനേ നോക്കത്തുള്ളൂ. അപ്പം ഈ Redmi Note 7S എന്ന ഒരു സ്മാർട്ട് ഫോണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യവും അവർക്കില്ലായിരുന്നു. ഇനി അതിൻ്റെ സെയിൽ എങ്ങനെ നടക്കും എന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം റെഡ്മി വെറും 1000 രൂപ ഡിഫറൻസ് എന്തായാലും നമ്മൾ നല്ലൊരു അഡ്വാൻസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എടുക്കത്തുള്ളൂ. അപ്പോൾ Redmi Note 7 Proയ്ക്ക് എന്തായാലും പോകത്തുള്ളൂ. എടുക്കാൻ നോക്കിക്കഴിഞ്ഞാലും 1000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. Redmi 660 നിന്നും 675ലേക്കും അതേപോലെ തന്നെ ക്യാമറയിൽ നിന്നും സാംസങ്ങിൻ്റെ സെൻസറിൽ നിന്നും സോണിയുടെ സെൻസറിലേക്കും നമുക്ക് ക്യാമറ അപ്ഗ്രേഡേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആരായാലും Redmi Note 7 Pro എടുക്കത്തുള്ളൂ. Redmi Note 7Sൻ്റെ ലോഞ്ച് വെറുതെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതേപോലെ തന്നെ നിങ്ങൾ Redmi Note 7Sലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. കാരണം Redmi Note 7 Pro അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ 10,000 to 15,000 റെഡ്മി സ്മാർട്ട് ഫോണാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ Redmi Note 7 Proയിലേക്ക് തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും ചാനൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പം അടുത്ത വീഡിയോ